ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങി എന്ന വാർത്ത വരുന്നു. അനസ്തേഷ്യ വിഭാഗം ഡോക്ടേഴ്സും സർജറി ഡോക്ടറും തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. ഡോക്ടേഴ്സ് തമ്മിലെ തർക്കത്തിൽ ഒരു രോഗിക്ക് ഈ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തും പുറത്തേക്ക് മാറ്റേണ്ട സാഹചര്യം വരുന്നു, മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം വരുന്നു. എന്താണ് പേരൂർക്കട ESI ആശുപത്രിയിൽ സംഭവിച്ചത്? സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, ഈ തൊഴിലാളികൾക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ് ESI ആശുപത്രി. തൊഴിൽ വകുപ്പിന് കീഴിലാണ് ഈ ആശുപത്രി വരുന്നത്. നേരത്തെ നമ്മൾ ഈ ആശുപത്രിയിലെ അപാകതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 മേജർ സർജറികളും 3 നോർമൽ സർജറികളുമാണ് ഈ ആശുപത്രിയിൽ നടക്കേണ്ടിയിരുന്നത്. തൈറോയിഡ് 2 സർജറികൾ രാവിലെ തന്നെ, അതായത് ഒരാഴ്ച മുമ്പേ രോഗികൾ ഇതിനുവേണ്ടി ഇവിടെ തയ്യാറെടുപ്പ് നടത്തി, അഡ്മിറ്റ് നടത്തി. ഏകദേശം മാസങ്ങൾ കൊണ്ട് കയറി ഇറങ്ങുകയാണ് ഈ ആശുപത്രിയിൽ. അതിനുശേഷം ഇന്ന് സർജറി പറഞ്ഞിരുന്നു. അതിൽ രാധിക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സർജറിക്ക് വേണ്ടി അകത്ത് കയറ്റുകയും കഴുത്തിൽ മാർക്ക് ഉൾപ്പെടെ ചെയ്ത് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി. അതിനുശേഷം ഈ അനസ്തേഷ്യ ഡോക്ടർമാരായിട്ടുള്ള 2 പേർ, അതായത് ബിനിൽ, പ്രിയ, ഈ 2 ഡോക്ടർമാരും ഗണേശ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സർജറി ഡോക്ടർ, ആ ഡോക്ടറാണ് സർജറി ചെയ്യുന്നതെങ്കിൽ തങ്ങൾക്ക് അനസ്തേഷ്യ നൽകുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത്. അതായത് ഇവർ തമ്മിലുള്ള ഈഗോ പ്രശ്നം. ഈ കാരണത്താൽ ആ രോഗി, അതായത് ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിയ ആ രോഗിയെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമതായിട്ടും മറ്റൊരു സ്ത്രീക്കാണ് തൈറോയിഡ് സർജറിക്ക് വേണ്ടി ഇന്ന് ഡേറ്റ് കൊടുത്തിരുന്നത്. അവരെയും സർജറി നടന്നില്ല. ഇപ്പോൾ രാധിക ഈ രോഗിയാണ് അവിടുത്തെ, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. രാധിക, കേൾക്കാമോ? കേൾക്കാം. എന്താണ് അവിടെ ആശുപത്രിയിൽ ഉണ്ടായത്? നിങ്ങൾക്ക് ഇന്ന് ഈ സർജറി ഡേറ്റ് തന്നതാണോ? ഇന്നാണോ തന്നിരിക്കുന്നത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 9-ാം തീയതി, കഴിഞ്ഞ തിങ്കളാഴ്ച 9-ാം തീയതി ആയിരുന്നു എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് തേഴ്സ്ഡേ, അതായത് നമ്മുടെ പണിമുടക്ക് നടക്കുന്നതിന്റെ അന്നാണ് എനിക്ക് ഡേറ്റ് തന്നത്. എന്നിട്ട് പണിമുടക്ക് നടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അന്നത്തെ ദിവസം മാറ്റിവെച്ചു. എന്നിട്ട് പിന്നെ കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം എനിക്ക് ഇന്നത്തെ ഡേറ്റ് ആണ്, ഇന്ന് ട്യൂസ്ഡേ ആണ് എനിക്ക് ഡേറ്റ് തന്നത്. ഇന്ന് ട്യൂസ്ഡേ ഡേറ്റ് തന്നിട്ട് എല്ലാ പ്രിപ്പറേഷനുമായി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ കഴുത്തിൽ മാർക്കിംഗ് വരെ ചെയ്തു. സർജറി ചെയ്യാനുള്ള മാർക്കിംഗ് വരെ ചെയ്തതിനു ശേഷം വന്ന് പറയുവാണ് ഇന്ന് സർജറി നടക്കില്ല. അത് ശരി. എന്താണ് കാരണമായി പറഞ്ഞത്? എന്തെങ്കിലും കാരണം ബോധിപ്പിച്ചിട്ടുണ്ടോ? അനസ്തേഷ്യൻ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. പക്ഷെ അത് അങ്ങനെയല്ല. അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ തർക്കമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തർക്കമുണ്ടായി, അവരവിടെ വെച്ച് തർക്കമുണ്ടായി. ഞാൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരമായിരുന്നു. അവർ വഴക്കിട്ടാണ് പോയത്. എന്തെങ്കിലും എന്തിനെ കുറിച്ചാണ് തർക്കം അങ്ങനെ കേട്ടിരുന്നോ? താങ്കൾ അതിനകത്തുണ്ടായ ആളാണല്ലോ. അത് വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല. പിന്നീട് അറിയാൻ പറ്റിയത് അനസ്തേഷ്യൻ ടെക്നീഷ്യന്റെ അഭാവം മൂലമാണ് അതങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. രാധിക മാത്രമല്ല, മറ്റൊരു 4 രോഗികൾ കൂടി ഉണ്ട് ഈ സർജറിക്കായി കാത്തു നിൽക്കുന്നു. അതെ, വേറെ ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെയും സർജറി ഡേറ്റ് കമ്മിങ് തേഴ്സ്ഡേ ആണ് അവർ ഫിക്സ് ചെയ്തിരുന്നത്. ഇന്ന് സർജറി ഉണ്ടെന്ന് രണ്ടാമത് അറിയിക്കായിരുന്നു. അതിന് പ്രകാരം എല്ലാ സജ്ജീകരണങ്ങളുമായി, എല്ലാ ഒരുക്കങ്ങളുമായി അവിടെ വന്നതാണ്. അതിനായി OTയിൽ കയറ്റിയതാണ്. പക്ഷെ അവിടെ നിന്നാണ് ഈ രീതിയിലുള്ളൊരു അനുഭവം ഉണ്ടായതല്ലേ? ഇപ്പോൾ എന്നിട്ട് അതിനുശേഷം ആശുപത്രി മാറുകയാണോ ചെയ്തത്? ഇപ്പോൾ അവര് എനിക്ക് അതിന്റെ ഗോകുലം എന്ന് പറഞ്ഞതിലോട്ട്, എംപാനൽ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് റെഫർ ചെയ്ത് തന്നു. അതാരാണ് ചെയ്തതെന്നത്? അത് അവിടുത്തെ സർജനാണ് ചെയ്തത്. ഈ സർജറി ചെയ്യേണ്ട അതേ ഡോക്ടർ തന്നെയാണ് ചെയ്തത്? അതെ. അതിന് കാരണമായി പറഞ്ഞത് അവിടെ അനസ്തേഷ്യ ടെക്നീഷ്യൻസിന്റെ പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്? അതെ. ശരി. ഇനിയിപ്പോൾ ഇവിടെ മാറ്റിയ ഹോസ്പിറ്റലിൽ അതിന്റെ ശസ്ത്രക്രിയയുടെ കാര്യങ്ങളൊക്കെ ആയോ? അവിടെ ആയോ? ഇല്ല, അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ശരി. എപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റൽ ESI ആശുപത്രിയിൽ എപ്പോഴാണ് ആദ്യമായി കാണിക്കുന്നത്, ഡോക്ടറെ കാണിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബറിലാണ് ആദ്യത്തെ കൺസൾട്ടിങ് നടക്കുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പറഞ്ഞത്. ഇങ്ങനെ ഒരു മുഴ എന്റെ തൊണ്ടയിൽ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിവ് വന്നതും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയതും അപ്പോഴാണ്. പിന്നീട് സർജറി വേണമെന്നൊക്കെ പറഞ്ഞത് ഒരുപാട് കഴിഞ്ഞാണോ? അതെ, 3 മാസത്തോളം കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. സർജറി ഡേറ്റ് വരുമ്പോഴത്തേക്കും അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൺഡേ വരണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ 9-ാം തീയതി വരുന്നത്. അന്ന് നടന്നില്ല. പിന്നീട് രണ്ടാമത് ഡേറ്റ് മാറ്റി തന്നു. അത് 9-ാം തീയതി വന്നപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തു. വ്യാഴാഴ്ച സർജറി ആണെന്ന് വെച്ചിട്ട് 9-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്തു. വ്യാഴാഴ്ച പണിമുടക്കാണെന്നുള്ളത് ഡോക്ടർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അത് ശരി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് തന്നു. അന്നാണ് ഈ പ്രശ്നം കൊണ്ട് നടക്കാതെ പോയത്. അതെ. ശരി രാധിക, എന്തായാലും നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും പെട്ടെന്ന് തന്നെ സർജറി നടക്കട്ടെ, താങ്കൾ സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുകയാണ്.
ഇതുപോലൊരു അനുഭവം ഇനിയുള്ള ഒരു പേഷ്യൻസിന് ഉണ്ടാവരുത്. എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടാണ് ആ പേഷ്യന്റ് അനുഭവിക്കുന്നതെന്ന് കൂടെ ഡോക്ടർമാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോൾ അവസ്ഥ അവർ മനസ്സിലാക്കണം നല്ലതാണ്. ഇങ്ങനെ ആർക്കും ഇനി വരരുത്. മനസ്സിലാക്കാൻ അത് എന്തൊരു ദുർഗതിയാണെന്ന് നോക്കുക. ഒരു പേഷ്യൻ്റാണ്, ഒരു രോഗിയാണ് ഇപ്പോൾ സംസാരിച്ചത്. സർജറി വേണ്ടി വന്ന ഒരു രോഗിയാണ്. അവർ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് ഡോക്ടേഴ്സ് തമ്മിലൊരു തർക്കം കാരണം അവർക്ക് ആ ആശുപത്രിയിൽ നിന്ന് തന്നെ മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതായത് അടുത്ത നിമിഷം സർജറി ചെയ്യേണ്ട ഒരു രോഗിയാണ് ഈ രീതിയിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് കാരണമായി വന്നത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോ എന്നുള്ളതാണ്. എന്തായാലും RMO ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ശസ്ത്രക്രിയ മുടങ്ങിയ കാര്യം എന്ന് കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. റീനു ശ്രീധർ തുടരുന്നു. റീനു, രാധിക തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നു എന്താണ് ഉണ്ടായത് എന്നുള്ളത്. അവർക്ക് സർജറി 2 തവണ അല്ലെങ്കിൽ 2ാമത്തെ ഡേറ്റ് ആണിത് സർജറിക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്നും ഈ ഇതുപോലെ സംഭവിക്കുന്നു. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തി മാർക്കിംഗ് അടക്കം നടത്തിയ ശേഷമാണ് ഇത് നടക്കില്ല എന്ന് പറയുന്നത്. അതിൽ അവരോട് പറഞ്ഞത് അനസ്തേഷ്യ ടെക്നീഷ്യൻസിന്റെ കുറവുണ്ട് എന്നാണ്. പക്ഷെ അതല്ല, ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കമാണെന്ന് പറയുമ്പോഴാണ് എന്തൊരവസ്ഥയാണെന്ന് ഓർക്കുന്നത്. റീനു, തീർച്ചയായും. കാരണം ഈ രാധിക എന്ന് പറയുന്ന രോഗി അവർ പറയുന്നത് ഓപ്പറേഷൻ ടേബിളിൽ അവർ കിടക്കുകയാണ്. അതിന് ചുറ്റും നിന്ന് ഡോക്ടർമാർ വലിയ രീതിയിൽ തർക്കമുണ്ടാക്കുന്നു, തമ്മിൽ തല്ലുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമായി കാണേണ്ടത്. RMOയുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ടുള്ള അതായത് തൊഴിൽ വകുപ്പ് ഇടപെടേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും 2ാമതായി സർജറി നിശ്ചയിച്ചിരുന്ന ഒരു രോഗി, അതും ഒരു വനിതയാണ്. അവരുടെ ഭർത്താവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഏകദേശം 4 മാസത്തോളമായി അവർ ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്. അതിനുശേഷം പല ഡേറ്റുകൾ നൽകി മാറ്റി വെച്ചു. അതിനുശേഷമാണ് ഇന്ന് ഇവർക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ആവാൻ ആവശ്യപ്പെടുകയും ഒരാഴ്ച മുമ്പേ വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവരുടെ ഭർത്താവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത് സംഭവിച്ചത്? 3-4 മാസം കൊണ്ട് നമ്മളിവിടെ കയറി ഇറങ്ങുകയാണ്. അതായത് ഗണേഷ് സാർ എൻ്റെ സർജനാണല്ലോ. അപ്പം പുള്ളി പറയുന്ന ടെസ്റ്റുകൾ കാര്യങ്ങൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അത് കറക്റ്റ് ആഴ്ചയോറും പറയുന്ന ദിവസം തന്നെ നമ്മൾ വന്ന് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് കഴിഞ്ഞ ജനുവരി 2-ാം തീയതി നമ്മൾ അഡ്മിറ്റ് ആവാൻ നമ്മൾ വരാൻ പറഞ്ഞിരുന്നു. നമ്മളിവിടെ വന്ന് സർജനെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ് ഇവിടെ എന്തോ പ്രശ്നങ്ങൾ നടക്കുവാണ്, അതുകൊണ്ട് ഇന്നിപ്പോൾ സർജറി പറ്റത്തില്ല, നടക്കത്തില്ല. അതിനുശേഷമാണ് ഇന്ന് ഡേറ്റ് തന്നത്. പിന്നെയാണ് നിങ്ങൾ പൊയ്ക്കോളൂ, വിളിക്കാം, മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, കോൺടാക്ട് നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരത്ത് വിളിച്ചിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ നമ്മൾ തിങ്കളാഴ്ച രാവിലെ വന്ന് ഇവിടെ അഡ്മിറ്റായി. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാധിക എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഫസ്റ്റ് വെച്ചിരുന്നത്. അവർക്ക് സീനിയാരിറ്റി കൂടുതൽ, അവരാണ് ഫസ്റ്റ് വന്നത് സീനിയാരിറ്റി. അപ്പോൾ സീനിയാരിറ്റി നോക്കിയിട്ട് ഫസ്റ്റ് അവർക്ക് ചെയ്യാമെന്ന് ഗണേഷ് സാർ പറഞ്ഞു. 2ാമത് നിങ്ങൾക്കും 2ാമത് നമ്മൾക്കും. അപ്പം ഇതിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാർ ആദ്യം പറഞ്ഞിരുന്നു ഈ ഫസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ രാധികയ്ക്ക് എന്തെങ്കിലും മാനസികാവസ്ഥ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ 2ാമത് പറഞ്ഞ ഈ എൻ്റെ വൈഫ് എൻ്റെ പെണ്ണുപിള്ള അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റത് മാറ്റി വയ്ക്കുക, അടുത്ത വ്യാഴാഴ്ച ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. പക്ഷേ ഇന്ന് രണ്ടും നടന്നില്ല. അപ്പം 2 പേർക്കും ഇന്നലെ മുതലേ ആഹാരം പോലും കൊടുക്കാതെ അവരെല്ലാം ചെയ്യാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്തു. ഉറക്കഗുളിക പോലും ഇന്നലെ കൊടുത്താണ് കിടത്തിയിരുന്നത്. രാവിലെ ട്രിപ്പ് കൊടുത്തു. 2 പേരും ഒരുപോലെ റെഡിയാക്കി നിർത്തിക്കൊണ്ട് ആദ്യം രാധികയ്ക്കാണ് ചെയ്യാൻ നന്നേ പറഞ്ഞത്. അതുപോലെ തിയേറ്ററിനകത്ത് രാധിക കൊണ്ടുപോവുകയും ചെയ്തു. അവസാനം അതിനകത്ത് കൊണ്ടുപോയി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നതും. ഡോക്ടർ വന്നു, ആ വിഷയം നടക്കാം. അപ്പം അതിനകത്ത് നമ്മളില്ല, രാധിക മാത്രമേ ഉള്ളൂ, നമ്മൾ പുറത്താണ്. അതിനകത്ത് നടന്ന സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സർജറി ഡോക്ടർ ഗണേഷ് എന്താണ് പറയുന്നത്? ഗണേഷ് സാർ പറഞ്ഞ് എനിക്ക് സാറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ കയറി സംസാരിച്ചായിരുന്നു. അപ്പം ഈ അനസ്തേഷ്യ എന്നുള്ള സംഭവം കൊടുക്കാതെ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഈ ബിനിൽ അതുപോലെ തന്നെ പ്രിയ എന്ന് പറയുന്ന 2 അനസ്തേഷ്യ ഡോക്ടർമാർ ഈ ഗണേഷ് എന്ന് പറയുന്ന സർജറി ഡോക്ടർമാരുമായിട്ട് നേരത്തെ തന്നെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ഇന്നും ഒരു ഈഗോ ക്ലാഷിലേക്ക് കലാശിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസിസ്റ്റന്റ്, അതായത് ഗ്രേഡ് തസ്തികയിലുള്ള ഒരു അസിസ്റ്റന്റ് ഇന്നിവിടെ ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ലീവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തുടർന്ന് ഈ അനസ്തേഷ്യ 2 ഡോക്ടർമാർ പുറത്തുനിന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു അസിസ്റ്റന്റിനെ, അതായത് ഈ ഗ്രേഡ് തസ്തികയിലുള്ള ഒരു നഴ്സിംഗ് വിഭാഗത്തിലുള്ള ഒരു അസിസ്റ്റന്റിനെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടി സഹായിക്കുവാനും വേണ്ടി എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ ഗണേഷ് ഡോക്ടർ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയർന്നു വരുന്ന ആരോപണം. അതിനെ തുടർന്നുള്ള ഒരു തർക്കമാണ്. അത് അങ്ങനെയാണെങ്കിൽ ഈ ഗണേഷ് ഡോക്ടർ സർജറി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അനസ്തേഷ്യ ചെയ്യില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ അനസ്തേഷ്യ ഡോക്ടർമാർ പോകുന്നു. തുടർന്നാണ് ഈ രോഗികൾക്ക് പ്രധാനമായിട്ടുള്ള മേജർ സർജറി ചെയ്യേണ്ടിയിരുന്ന 2 രോഗികൾക്ക് ആ ഓപ്പറേഷൻ നടക്കാതെ പോകുന്നത്. ഒരു രോഗിയെ ഓപ്പറേഷൻ ടേബിളിലേക്ക്
എത്തിച്ചു. അവർക്ക് കഴുത്തിൽ സർജറിക്ക് വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം, യൂറിൻ ട്യൂബ് ഉൾപ്പെടെ ഇടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം, ഇതെല്ലാം തന്നെ ചെയ്തു. അതിനുശേഷമാണ് 1.5 മണിക്കൂറോളം, കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ ആഹാരം പോലും കഴിക്കാതെ രാവിലെ എനമ ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യം, അതിനുവേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്ന സാഹചര്യം, അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്നു. ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിച്ചതിന് ശേഷം 1.5 മണിക്കൂറോളം അവിടെ കിടത്തിയിരിക്കുന്നു, ട്രിപ്പ് ഉൾപ്പെടെ കൊടുത്ത് കിടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അനസ്തേഷ്യ ടെക്നീഷ്യൻ അവിടെ ഇല്ല. ഇതൊരു ESI ആശുപത്രിയാണ്. സാധാരണക്കാരായ ആൾക്കാരാണ് അവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുക എന്നതാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ടെക്നീഷ്യൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പകരം സംവിധാനം ഒരുക്കുക എന്നതാണ് പിന്നീടുള്ളൊരു മാർഗം. അവധിയിലായതുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരിക. പക്ഷെ അതിലെന്താണ് ഈ തർക്കത്തിനിടയാക്കിയ സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അനസ്തേഷ്യ ഡോക്ടേഴ്സ് ഈ സർജനുമായി ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് വരാൻ കാരണം? ഒരു പകരം സംവിധാനം കൊണ്ടുവരാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ തർക്കമുണ്ടായി. അതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലായിട്ടുണ്ടോ റീനോ? തീർച്ചയായും, കാരണം ഇതൊരു സർക്കാർ സംവിധാനമാണ്, സർക്കാർ ആശുപത്രിയാണ്. ഒരു കാരണവശാലും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അധികൃതർ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് അങ്ങനെ ഒരു താൽക്കാലിക ജീവനക്കാരനെയോ അല്ലെങ്കിൽ അനുമതിയില്ലാതെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഒരു അസിസ്റ്റന്റിനെയോ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഡോക്ടർ അതിന് എതിര് നിന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ തമ്മിൽ, ഈ ഡോക്ടർമാർ തമ്മിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ട് ഈ ആശുപത്രിയിൽ. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ലാപ്രോസ്കോപ്പി സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിഷ്യൻ കേടായത് കാരണം മാസങ്ങളോളമായി ഈ രോഗികൾ ഇവിടെ വലയുന്ന ഒരു സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. മിഷ്യൻ വെറും നന്നാക്കുന്നതിന് വേണ്ടി 40,000 രൂപയാണ് ആവശ്യം. പക്ഷേ 100 കണക്കിന് രോഗികൾ ഇവിടെ സർജറി, ഈ ലാപ്രോസ്കോപ്പി മിഷ്യൻ തകരാറിലായത് മൂലം സർജറി നടക്കാതെ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അതിൽ അടിയന്തര ഇടപെടലൊക്കെ ഉണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊഴിൽ വകുപ്പിന് കീഴിലാണ് ഈ ആശുപത്രി വരുന്നത്. എന്തായാലും നിലവിൽ ഈ ഡോക്ടർമാർ തമ്മിലുള്ള തമ്മിലടി കാരണം ഇന്ന് പ്രധാനപ്പെട്ട 2 സർജറികൾ, ഒപ്പം മറ്റ് 3 മൈനർ സർജറികൾ ഇത് നടക്കാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ട് ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം, ഇവരോട് എന്നിനി സർജറി നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ രോഗിയുടെ ഭർത്താവ് നമ്മളോടൊപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്കറിയില്ല, അവർ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വീട്ടിൽ പോകണമെന്നോ എന്ന് സർജറി നടക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടിയോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നാളെ സൂപ്രണ്ടിനെ കയറി കണ്ടത് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ വീട്ടിൽ പൊക്കളയാ പോവും, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭാര്യയുടെ അവസ്ഥ എന്താണ്? അവസ്ഥ ഇപ്പോൾ അഡ്മിറ്റാണ്, കിടക്കുവാണ്. മറ്റേ വേറെ ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ തൈറോയിഡാണ്, വല്ല ക്യാൻസറോ വല്ലോ വന്നോ പോയോ നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. ഞാൻ ഈ ഓട്ടോ ഓടിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വണ്ടിയാണ് ആ കിടക്കുന്നത്. അപ്പോൾ അല്ല വേറെ വലിയ വരുമാനമില്ല നമുക്ക്. അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. കാരണം ഏതെങ്കിലും ഗുരുതരാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിലൊരു ഇടപെടൽ വേണം, ഈ സർജറി നടക്കണം. കാരണം എന്ന് ഇവിടെ നിന്ന് പോകാൻ പോലും കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. 2 ആഴ്ചയോളമായി ഇവിടെ അഡ്മിറ്റ് ആയിട്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യെസ്, ഇതാണ് സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ഈ രീതിയിൽ ഡോക്ടേഴ്സ് തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ ഒരു രോഗിക്ക് ഒരു ESI ആശുപത്രിയിൽ നിന്ന് മാറി മറ്റൊരു ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു. അതും എപ്പോഴാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവിടെ ബെഡിൽ മാർക്കിംഗ് അടക്കം നടത്തിയ ശേഷമാണ് ആ രീതിയിൽ മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നുള്ള ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിന് കാരണമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു കൃത്യമായ ഇടപെടൽ അത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകണം. രാധിക എന്ന രോഗി മാത്രമല്ല, മറ്റ് 4 പേർ കൂടി ശസ്ത്രക്രിയ പറഞ്ഞതാണ്. അവർക്കെല്ലാം തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത സാഹചര്യമാണ്. അവിടെ സൂപ്രണ്ട് പോലും കൃത്യമായൊരു മറുപടി അവർക്ക് നൽകുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ അവരിൽ നിന്ന് തന്നെ കേട്ട കാര്യം. റിനു ശ്രീധരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.